വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അമിത അധികാരങ്ങൾ നൽകുന്ന കേരള ഫോറസ്റ്റ് ആക്ട് 1961 ഭേദഗതി പിൻവലിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ പ്രസിഡന്റ് ജോർജ് കോയിക്കൽ ആവശ്യപ്പെട്ടു. ഭേദഗതി നിർദ്ദേശങ്ങൾ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും കർഷക വേട്ടയ്ക്കും ഇടവരുത്തുന്ന ഇത്തരം അമിത അധികാരങ്ങൾ ഉദ്യോഗസ്ഥർക്ക് നൽകുന്നത് ജനാധിപത്യ ഭരണക്രമത്തിന് ഭൂഷണമല്ല. ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള ഭേദഗതികൾ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നില്ല എന്നത് വളരെ ഗൗരവമായി കണക്കിലെടുക്കേണ്ടതാണെന്നും സാധാരണക്കാരെ മാത്രമല്ല ജനപ്രതിനിധികളെ പോലും ആക്രമിക്കുകയും നിസ്സഹായരായ വനവാസികൾക്കെതിരെ കള്ളക്കേസുകൾ എടുക്കുകയും റോഡ് വികസനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനുമെതിരെ നൽകുകയും ചെയ്തിട്ടുള്ള ചരിത്രമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഉള്ളതെന്നും കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ സമിതി ആവശ്യപ്പെട്ടു. കാർഷിക മേഖലയിലെ പ്രത്യേകിച്ച് മലയോര മേഖലയിലെ ജനങ്ങളുടെ നിലനിൽപ്പ് വളരെ അപകടത്തിലാണ്. ബഫർ സോൺ പ്രഖ്യാപനം, വനസംരക്ഷണ നിയമങ്ങൾ, ESA, EFL പ്രഖ്യാപനങ്ങൾ തുടങ്ങി ഒട്ടേറെ നിയമങ്ങളിലൂടെ ഈ മേഖലയിൽ കർഷകർക്ക് പിടിച്ചു നിൽക്കാനാവാത്ത ഒരു പരിസ്ഥിതിയാണ് നിലവിലുള്ളത്. അത്തരമൊരു സാഹചര്യത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇത്തരം അധികാരങ്ങൾ നൽകി അവരുടെ മേൽ കുതിര കയറാനായിട്ട് അഴിച്ചുവിടുമ്പോൾ ഈ മേഖലയിലെ ജനങ്ങൾക്ക് ഇവിടം വിട്ടൊഴിഞ്ഞു പോകേണ്ടി വരും എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് അതിശക്തമായ പ്രതിഷേധം ഈ മേഖലയിൽ ഉണ്ടാകണം. ജനങ്ങൾ ശക്തമായി പ്രതികരിക്കണം. ജനപ്രതിനിധികൾ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണം. ഇടുക്കി ജില്ലയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ വേണ്ടത്ര ജാഗ്രത ഈ കാര്യത്തിൽ പുലർത്തുകയും ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും വേണം. അന്യായമായി കൃഷിദേഹണ്ഡങ്ങൾ വെട്ടിനശിപ്പിക്കുന്ന നിരവധി സംഭവങ്ങൾ കർഷകർ ചൂണ്ടിക്കാണിക്കുന്നു. വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഇംഗിതത്തിന് വഴങ്ങി നിയമസഭയിൽ ചർച്ച പോലും ചെയ്യാതെ ഇത്തരമൊരു ഭേദഗതി കൊണ്ടുവരുന്നത് കാർഷിക മേഖലയിൽ വലിയ പ്രതിഷേധങ്ങൾക്കും സമരപരമ്പരകൾക്കും ഇടവരുത്തും. ബഫർ സോൺ പ്രഖ്യാപനവും വനസംരക്ഷണ നിയമവും വന്യജീവി ആക്രമണവും മൂലം പൊറുതിമുട്ടിയ മലയോര നിവാസികൾക്കും കർഷകർക്കും ഈ നിയമപരിഷ്കരണം വലിയ ഭീഷണിയാണ് ഉയർത്തിയിരിക്കുന്നത്. സംശയത്തിന്റെയും തെറ്റിദ്ധാരണയുടെയും പേരിൽ മാത്രമല്ല വനംവകുപ്പിന്റെ കെടുകാര്യസ്ഥതയ്ക്കോ കൊള്ളയ്ക്കോ എതിരെ നിലപാടെടുക്കുന്നവരെയും പ്രതികരിക്കുന്നവരെയും ഒറ്റപ്പെടുത്തുന്നതിനും കള്ളക്കേസുകളിൽ കുടുക്കി നിശബ്ദനാക്കുന്നതിനും ഈ നിയമഭേദഗതികൾ ദുരുപയോഗിക്കും എന്നത് ജനപ്രതിനിധികളും പൊതുസമൂഹവും ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട വിഷയമാണ്. ജനങ്ങളുടെ വ്യാപകമായ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് സർക്കാർ അടിയന്തരമായി കരട് വിജ്ഞാപനം പിൻവലിച്ച് ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ സമിതി ആവശ്യപ്പെട്ടു. കരിമ്പൻ രൂപതാ കാര്യാലയത്തിൽ ചേർന്ന കമ്മിറ്റിയിൽ കത്തോലിക്ക കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് ജോർജ് കോയിക്കൽ അധ്യക്ഷനായിരുന്നു. രൂപതാ ഡയറക്ടർ ഫാദർ ജോസഫ് പാലക്കുടിയിൽ, രൂപതാ ജനറൽ സെക്രട്ടറി സിജോ ഇലന്തൂർ, ട്രഷറർ ജോസഫ് ചാണ്ടി തേവർപ്പറമ്പിൽ, ഗ്ലോബൽ സെക്രട്ടറി ജോർജ് കുട്ടി പുന്നക്കുഴിയിൽ, വൈസ് പ്രസിഡന്റ് ജോസ് തോമസ് ഒഴുകിയിൽ, ജോളി ജോൺ, അഗസ്റ്റിൻ പരത്തിനാൽ, ടോമി കണ്ടത്തിനാൽ, ഷാജി കുന്നുമുറം തുടങ്ങിയവർ സംസാരിച്ചു.